നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് BJP അല്ലാതെ മറ്റാരുമല്ല. CPM-നൊന്നും അക്ഷരാർത്ഥത്തിൽ ഈ സംഭവത്തിൽ യാതൊരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല. കാരണം BJP-ക്കല്ലാതെ മറ്റാർക്കും ഇതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ കഴിയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ കേരളത്തിലെ BJP ഇപ്പോൾ അതീവ സന്തോഷത്തിലാണ്. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ചില പെൺകുട്ടികൾ ഉയർത്തുകയും അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ചാനലുകളിൽ പ്രചരിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയുമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് BJP-ക്ക്, അതല്ലെങ്കിൽ ഇതല്ലാതെ മറ്റെന്താണ് BJP-ക്ക് സന്തോഷം പകരുക? സന്തോഷമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആഹ്ലാദത്തിന്റെ കൊടുമുടിയിലാണ് ഇപ്പോൾ BJP. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളൊന്നുമില്ലാതെ 2026 മത്സരിക്കുകയായിരുന്നുവെങ്കിൽ ആ സീറ്റ് അങ്ങനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം 2021 ഷാഫി പറമ്പിൽ ശ്രീധരനെതിരെ മത്സരിച്ച് ജയിച്ചത് കേവലം 2000 വോട്ടിനാണ്. 2024 ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയി പാർലമെന്റ് അംഗമായി അവിടെ നിന്നു. അപ്പോൾ ഒഴിവ് വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിലിന്റെ സ്വന്തം ആളായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മത്സരിച്ച് ജയിച്ചത്. അന്ന് BJP-ക്ക് ചില രാഷ്ട്രീയ അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP-ക്ക് വലിയ പാളിച്ചയുണ്ടായി. കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്ന് സുരേന്ദ്രൻ കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇത് പാർട്ടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതോടെ സന്ദീപ് വാര്യർ പാർട്ടി വിടുന്ന അവസ്ഥയുണ്ടായി. അത്തരം പടലപ്പിടങ്ങൾക്ക് ഇടയിൽ അതോടൊപ്പം തന്നെ സൈൻ കൂറുമാറി CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ആ വിജയം 2026 ആവർത്തിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഈ സ്ഫോടനം നടക്കുന്നത്. ചില പെൺകുട്ടികളുടെ വോയിസ് ക്ലിപ്പിങ്ങുകൾ ചാനലുകളാകെ പടർന്നു കിടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലാവുകയും അദ്ദേഹത്തെ അവസാനം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതോടെ 100-100 BJP. കാരണം പാലക്കാട് സീറ്റ് ഇനി പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ഭീതി അവരെ വിട്ടകന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അടുത്ത തവണ മത്സരിച്ചാൽ ഒരുപക്ഷെ BJP-ക്ക് ആ സീറ്റ് പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത ആ പാർട്ടിയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ BJP-ക്ക് മുന്നിൽ മൈതാനം വളരെ വിശാലമാണ്, വളരെ ക്ലിയറാണ്. കോൺഗ്രസിൽ നിന്നും ഇനി കൊള്ളാവുന്ന സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല BJP ആകട്ടെ പുതിയ സ്ഥാനാർത്ഥികളെ അവിടെ പരീക്ഷിക്കുകയും ചെയ്യും. അടിസ്ഥാനപരമായിട്ട് BJP-ക്ക് വലിയ ഉയർന്ന വോട്ടിംഗ് ശതമാനമുള്ള മണ്ഡലമാണ് പാലക്കാട്. 2 പഞ്ചായത്തുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം BJP-ക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന പഞ്ചായത്തുകൾ. പിരായിരി പോലുള്ള പഞ്ചായത്തുകളിലെ മുസ്ലിം ജനസംഖ്യയാണ് പലപ്പോഴും BJP-യെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജയസാധ്യതകൾ അട്ടിമറിക്കുന്നത്. എന്നാൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയരുകയും അദ്ദേഹം അവിടെ ഇനി മത്സരിക്കാതിരിക്കുകയും ചെയ്താൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ BJP-ക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ കണ്ടെത്തേണ്ടി വരും BJP-ക്കെതിരെ. കാരണം CPM-ന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകുക അത്ര വലിയ കാര്യമല്ല. കാരണം അവിടെ എപ്പോഴും 3ാം സ്ഥാനത്തായിരിക്കും CPM. NM കൃഷ്ണദാസ് മത്സരിച്ചപ്പോൾ പോലും CPM അവിടെ 3ാം സ്ഥാനത്തായിരുന്നു. ഇനി ആ ഒരു അവസ്ഥ മറികടക്കാനൊന്നും പാർട്ടിക്ക് കഴിയുകയുമില്ല. എന്നാൽ BJP ആകട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് അവരെ ഒന്ന് സംഭ്രമിപ്പിച്ചിരുന്നു, ഒന്ന് വിഷമത്തിലാക്കിയിരുന്നു. എന്നാൽ ആ വിഷമങ്ങളും സംഭ്രമങ്ങളും എല്ലാം ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുകേസിൽ പുറത്തായി. ഇനി BJP-ക്ക് അവിടെ വിശാലമായി കളിക്കാനുള്ള അവസരം, സൗകര്യം ഒരുങ്ങി കിട്ടിയിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പാലക്കാട് സീറ്റ് പിടിക്കുമെന്ന് ആ പാർട്ടി ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുള്ള നീക്കങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. പ്രശാന്ത് ശിവന് പകരം ഇപ്പോഴത്തെ BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നാണ് നേരത്തെ കേട്ടിരുന്നെങ്കിലും ഇനി ശോഭാ സുരേന്ദ്രനെ പോലെയോ സുരേന്ദ്രനെ പോലെയോ ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ മിടുക്കനായ ഒരു നേതാവിനെ കൊണ്ടുപോയി നിർത്തി പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കാനുള്ള എല്ലാ നീക്കവുമായി BJP മുന്നോട്ട് പോവുകയാണ്.
BJPയുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം അവസാനിച്ചു. ഇനി പാലക്കാട് സീറ്റ് തങ്ങളുടെ കയ്യിലാണെന്ന് ആ പാർട്ടി ഉറപ്പിച്ചും കഴിഞ്ഞു.